നിങ്ങളെ അറിയില്ലേ സാറേ? അറിയും. പിന്നെന്താ വില വെക്കാത്ത പോലെ പോണത്? മറുപടി പറഞ്ഞിട്ട് പോ. ജോസ് ചാവൂന്ന് കരുതിയല്ലേ? വരണ വഴിയാ മുറിച്ചിട്ടാ മുറി കൂടണ സൈസാ ജോസ്. 3 മാസം ആശുപത്രി കിടന്നപ്പോ 10 കിലോ കൂടി. കൊള്ളാം. കഴിഞ്ഞില്ല. ഇവന്റെ കൈ ഒടിച്ചൊരു പോക്കിരിനെ നിങ്ങൾ കൊണ്ടു നടക്കണില്ലേ? സേതുമാധവൻ. അവനെ ഞാൻ നുറുക്കും. കൈ 2 ഇവന്, ശരീരം ആ പോലീസുകാരൻ തന്തയ്ക്ക് കൊടുക്കും. തല നിങ്ങളെ ക്വാർട്ടേഴ്സിൽ അയച്ചു തരും. എന്നിട്ട് ജോസിനെ കോടതി കയറ്റി ഉണ്ടാക്കാമോ നിങ്ങൾ നോക്ക്. ചോണേണ്ടേക്ക് പരിഭ്രമിക്കണ്ട. വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടും. പിന്നെ കാക്കിയുടെ ആത്മബലവും വലിയൊരു ഫോഴ്സിന്റെ പിൻബലവും ഉണ്ടല്ലോ. ഇനിയൊരു ആലോചനയ്ക്ക് ഒരുക്കത്തിന് സമയം കളയണം. എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിടണം. ആദ്യം ജീവൻ രക്ഷിക്കും. പടക്കം പൊട്ടിച്ചവരും സേതുമാധവന് ജയ് വിളിച്ചവരും ഇനി ആരുടെ ബാക്കിയുള്ളത്? ജോസ് ചാവൻ പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച എല്ലാ പുണ്യാളന്മാരും ഓർത്തോ, എല്ലാവന്റെ അടുത്തും ഞാൻ വരും. ആ പന്നിയുടെ മോൻ എവിടെ ചെന്ന് വിളിച്ചാലും ഞാൻ അവനെ വിടില്ല. എന്താ പറ്റിയ നിനക്ക്? ജോസ് തിരിച്ചെത്തി. ഓരോരുത്തരോടും എണ്ണി എണ്ണി പകരം ചോദിക്കുകയാണ്. നീ പോകുന്നത് വീട്ടിലാരും അറിഞ്ഞില്ലേ? രമേശനോട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയ ഇവിടെ ഇറങ്ങിയത്. ഇനി കാണാൻ സാധിച്ചില്ലെങ്കിലോ? എന്ത് വർത്താനാ നീ പറയുന്നത്? എങ്ങോട്ട് പോകാൻ എന്നിട്ട് അറിയില്ല. എനിക്ക് കുറച്ച് കാശ് വേണം. ഇപ്പോ ഇല്ലെങ്കിൽ വേണ്ട. അതല്ലടാ, ഇന്ന് നീ ഇവിടെ താമസിക്കേ. അത്ര പെട്ടെന്ന് ഇവിടെ ആരും അന്വേഷിച്ചു വരില്ല. നാളെ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കാം. ഇവിടെടി നിന്റെ മോൻ. പറഞ്ഞില്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്ന് ഞാൻ കുഴിച്ചു മൂടും. ഞാൻ ഇനിയും വരും. കാശ് കിട്ടിയോ? കിട്ടി. കൃഷ്ണമാനെ കണ്ടപ്പോ ഒരു കാര്യം അറിഞ്ഞു. ജോസും പാർട്ടിയും ഇന്നലെ രാത്രി വീട്ടിൽ കയറി വലിയ അക്രമം കാണിച്ചു. അച്ഛനും ഉണ്ടായിരുന്നില്ല. രമേശനും അമ്മയും ആശുപത്രിയില. വിഷമിച്ചിട്ട് എന്താ കാര്യം? നീ ഇങ്ങോട്ട് പോന്ന? ഇല്ല കേശു, എനിക്ക് പോണം. എന്നെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെന്റെ കുടുംബം തകർക്കും. എനിക്ക് വേണ്ടി അവര് ഇല്ല. ഞാൻ പോവും. സേതു, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, പോയേ തീരൂ. നീ കാശ് കയ്യിൽ വെച്ചു. ഇനി എനിക്ക് പണം വേണ്ട. നമ്മൾ പിരിയുകയാണ്. ഞാൻ മരിച്ചുപോയാൽ
എന്റെ അച്ഛനെ കണ്ട് നീ പറയണം, ലോകത്തൊരാളെയും ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ലെന്ന്. എല്ലാ മോഹങ്ങളും ഞാൻ തകർത്തു. മാപ്പ് പറഞ്ഞെന്ന് പറയണം. സേതു, തിരിച്ചടിക്കാൻ ശക്തിയില്ല. അവർക്ക് വേണ്ടത് എന്റെ ജീവനാണ്. ആ കടം വിട്ടാനാണ് ഞാൻ പോകുന്നത്. ഞാനും വരാൻ സേതു, ഞാനും ഉണ്ടാ നിന്റെ ഒപ്പം. തിരിച്ചടിക്കാനാണെങ്കിൽ തിരിച്ചടിക്കാൻ. അതെ, സന്തോഷായി. ഞാൻ നിന്റെ മോൻ കരയുന്നു. അവനെ കരയിക്കാതിരിക്കെ. ചെല്ലു. അയ്യോ ഏട്ടാ, ഏട്ടൻ പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. അവർ ഏട്ടനെ കണ്ട കൊല്ലും. നീ എന്താ ഈ കാണിക്കുന്നത്? കരയാ? ഇത്രയും വലിയ പെൺകുട്ടി ആളുകൾ കാണില്ലേ? നിന്നെ അവരൊരുപാട് തല്ലി. സാരമില്ല, ഇനി നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. അയാളുടെ ദേഷ്യം തീർന്നു. തീരും. നീ നന്നായിട്ട് പഠിക്കണം. ഇവളെ പോലെ ഉഴപ്പരുത്. വക്കീലൊന്നും ആവണ്ട, ഒരു സബ് ഇൻസ്പെക്ടർ ആവണം. അച്ഛന്റെ മോഹം നീ നടത്തി കൊടുക്കണം. നിന്നോടെന്താ ഏട്ടൻ പറയാ? വെച്ചു വിളമ്പാൻ ധാരാളം ആളുകളുള്ളത് വീട്ടിലേക്ക്. വീട്ടമ്മയായി നീ കല്യാണം കഴിച്ചു ചെല്ലും. മണ്ടൂസ്. അമ്മ എവിടെ കിടക്കുന്നത്? കരയില്ലേ അമ്മേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വേഗം രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി ഞങ്ങൾക്ക്. ഞാൻ പോവാണ്. യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്. വേഗം പോ. ജോസേട്ടാ, സേതു അങ്ങനെ എത്തിയിട്ടുണ്ട്. എവിടെയാ പന്നി? ചിരിക്കണ്ട. ചാവാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. ഒരു ചാവാൻ.
ഇനി ആർക്കാടാ എന്റെ ജീവൻ വേണ്ടത്? ചങ്കൂറ്റുള്ള ഇറങ്ങി വേണ കൊല്ലണം, എനിക്ക് കൊതുകിയെ കൊല്ലണം. അടുത്തേക്ക് വരരുത്. സേതു, അടുത്തേക്ക് വന്ന ആരാണെന്ന് നോക്കില്ല. വരരുത്. സേതു, കത്തിലാലിടാൻ. വരരുത്. വരരുത്. സേതു, സേതു, വരരുത്. കത്തിടാനാ കത്തി താഴെയിട. നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെയിട.